ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്, കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ സഹകരണ ഓംബുഡ്സ്മാനെ കുറിച്ചാണ് ഈ ചെറിയൊരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസുകൾ വരുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പം നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഈ സ്കീമാണ്. നമ്മൾ നോക്കുമ്പോൾ ഈ ഓംബുഡ്സ്മാൻ എന്നൊരു വ്യക്തി, ആ വ്യക്തിയെ സ്ട്രെയിറ്റ് ആയിട്ടല്ല അപ്പോയിന്റ്, ആ ഒരു സ്കീമാണ് രൂപീകരിക്കുന്നത് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട്, ദ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഗവൺമെന്റ് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ഗസറ്റിലൂടെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം എന്ത് ചെയ്യുകയാണ്, ഒരു സ്കീം രൂപീകരിക്കുകയാണ്, സ്കീം ഫ്രെയിം ചെയ്യുകയാണ്. ആ സ്കീമിന്റെ പേരാണ് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലെ. സർക്കാർ ഒരു ഔദ്യോഗിക ഗസ്റ്റ് വിജ്ഞാപന പ്രകാരം സഹകരണ സംഘങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ്ങും ഇതര സേവനങ്ങളും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിലേക്ക് കേരള സഹകരണ ഓംബുഡ്സ്മാൻ പദ്ധതിക്ക് രൂപം നൽകാവുന്നതാണ്. അപ്പൊ ഇതൊരു പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് രൂപം നൽകുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? പറയുന്നത് ഒബ്ജക്ട് ഓഫ് ദ സ്കീം. ഈ സ്കീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ആ സഹകരണ സംഘങ്ങൾ നൽകുന്ന ബാങ്കിങ് സേവനങ്ങളും മറ്റ് ഇതര സേവനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സ്കീം രൂപീകരിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത് പറയാണ് അപ്പോയിന്റ്മെന്റ് ആണ്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് മേ അപ്പോയിന്റ് വൺ ഓർ മോർ പേഴ്സൺസ് ആസ് ഓംബുഡ്സ്മാൻ ഓർ ഓംബുഡ്സ്മാൻ ടു ക്യാരി ഔട്ട് ദ ഫങ്ഷൻസ് എൻട്രസ്റ്റഡ് ടു ദം ബൈ ഓർ അണ്ടർ ദ സ്കീം. ഇവിടെ പറയുകയാണ്, ഈ പ്രസ്തുത പദ്ധതി അല്ലെ, കേരള കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം, ഈ പ്രസ്തുത പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്കായി സർക്കാരിന് എന്ത് ചെയ്യാം? ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ വ്യക്തികളെ ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ മനസ്സിലാക്കുക, ഒറ്റ ഒരാളല്ല, വേണമെങ്കിൽ നമുക്ക് ഒരാളെ അപ്പോയിന്റ് ചെയ്യാം. ഇപ്പൊ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്ന ഓംബുഡ്സ്മാൻ എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഓംബുഡ്സ്മെൻ എന്ന് പറയും. ഇപ്പൊ ഒന്നോ അതിലധികമോ വ്യക്തികളെ, ഒരാളാണെങ്കിൽ ഓംബുഡ്സ്മാൻ, അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ഓംബുഡ്സ്മാൻ, ഒന്നോ അതിലധികമോ വ്യക്തികളെ ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് പറയുക കേട്ടോ. പ്രസ്തുത പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്കായി സർക്കാരിന് ഒന്നോ അതിലധികമോ വ്യക്തികളെ ഓംബുഡ്സ്മാൻ അഥവാ ഓംബുഡ്സ്മാൻമാരായി നിയമിക്കാവുന്നതാണെന്ന് ഓർത്തു വെച്ചേക്കുക. പിന്നെ ഓംബുഡ്സ്മാന്റെ കാലാവധിയാണ് അല്ലെ, ടേം ആണ് പറയുന്നത് ടേം ഓഫ് ഓഫീസ് ഷാൾ ബി 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് എൻറ്ററിംഗ് ദെയർ ഓഫീസ്. അതായത് ചാർജ് എടുത്ത് അല്ലെങ്കിൽ ഓഫീസിൽ അറ്റൻഡ് ചെയ്ത് എൻ്റർ ചെയ്ത് 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ഇതിലേതാണോ ആദ്യം, ഒന്നെങ്കിൽ നമ്മളിപ്പം ഈ പദവിയിൽ വന്ന് 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ഇതിലേതാണോ ആദ്യം, അതുവരെ ആയിരിക്കും എന്തെന്ന് പറയുക, കാലാവധി എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. ഓക്കെ, ഓംബുഡ്സ്മാൻ അഥവാ ഓംബുഡ്സ്മാൻമാരുടെ കാലാവധി പദവിയിൽ പ്രവേശിച്ച തീയതി മുതൽ 3 വർഷ കാലാവധിയോ അല്ലെങ്കിൽ 65 വയസ്സോ ഇതിലേതാണോ ആദ്യം അതായിരിക്കുമെന്നും ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റ് ക്വാളിഫിക്കേഷൻ ആണ്. ഓംബുഡ്സ്മാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ ഓംബുഡ്സ്മെനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തികളുടെ യോഗ്യതകളെ കുറിച്ചാണ് പറയുക. ദ അപ്പോയിന്റഡ് ഓംബുഡ്സ്മാൻ ഓർ ഓംബുഡ്സ്മാൻ ഷാൾ ബി എ പേഴ്സൺ ഓർ പേഴ്സൺസ് ഹാവിംഗ് എ മിനിമം ഓഫ് 10 years ഓഫ് ബാർ പ്രാക്ടീസ്. 10 വർഷത്തെ ബാർ പ്രാക്ടീസും അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ്, ഏതിൽ ബാങ്കിങ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫീൽഡിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസും വേണമെന്ന് ഓർത്തു വെച്ചേക്കുക അല്ലേ. അത് വളരെ പ്രധാനപ്പെട്ടാണ്. 10 വർഷത്തിൽ കുറയാതെ അഭിഭാഷക പ്രവർത്തന പരിചയവും സഹകരണത്തിലും ബാങ്കിങ്ങിലും വൈദഗ്ധ്യവും ഉള്ള വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ആയിരിക്കണം. 10 വർഷത്തെ ബാർ പ്രാക്ടീസും പിന്നെ ഈ കോപ്പറേറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഉള്ള വ്യക്തിയായിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നത് ഫങ്ഷൻസ്, പവേഴ്സ്, ഡ്യൂട്ടീസ്. അപ്പൊ ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ ഓംബുഡ്സ്മാന്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അവർ അധികാരങ്ങൾ എന്താണ്, ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നൊക്കെ ആ സ്കീമിൽ പ്രോപ്പറായിട്ട് സ്പെസിഫൈ ചെയ്യും. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്, ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ഓംബുഡ്സ്മാൻ ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ. ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് എന്നും കൂടെ ഓർത്ത് വെച്ചേക്കാം. 6 പോയിന്റ് 5 മിനിറ്റ് അല്ലേ. അപ്പൊ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഓംബുഡ്സ്മാൻ പഠിച്ചു തീർത്തു. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസിൽ കൂടെ പഠിച്ചു തീർക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.